പ്രിയമുള്ളവരെ, വേദപുസ്തകം നമ്മെ എല്ലാ കാലത്തും ഓർമ്മിപ്പിക്കുന്ന അതിശ്രേഷ്ഠമായ സത്യം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നത് മാത്രമല്ല, നാം സ്നേഹിക്കാത്തവരെയും ഇഷ്ടപ്പെടാത്തവരെയും കൂടി ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി തരുമ്പോൾ നാം അത് സന്തോഷിക്കുകയും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാറുമുണ്ട്. എന്നാൽ ദൈവാനുഗ്രഹം ലഭിക്കുവാൻ അർഹതയില്ല എന്ന് നാം ചിന്തിക്കുന്നവർക്ക് അത് ലഭിക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് നൽകപ്പെട്ട ചിന്താവിഷയം ക്രിസ്തു എല്ലാവരെയും വീണ്ടെടുക്കുകയും ദൈവസ്നേഹം എല്ലാവരെയും ആശ്ലേഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ചിന്താവിഷയവും നൽകപ്പെട്ട പാഠഭാഗങ്ങളുമെല്ലാം നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതികളെ പുനർവിചിന്തനം ചെയ്യുവാനും ദൈവത്തിൻ്റെ വിശാലമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവത്തെ മനസ്സിലാക്കുവാനും ഉദ്ദേശിച്ചിട്ടുള്ളവയാണ്. ദൈവസ്നേഹം എല്ലാവർക്കും പകരപ്പെടുന്ന ഒന്നാണ്. അതിന് വ്യവസ്ഥകളും വേർതിരിവുകളുമില്ല, ഉദാരമായി നൽകപ്പെടുന്നു. ദൈവത്തിൻ്റെ തൻ്റെ സൃഷ്ടികളോടുള്ള വിശാലമായ മനോഭാവത്തെക്കുറിച്ച് നൽകപ്പെട്ട പാഠഭാഗങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, വ്യവസ്ഥകളില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദൈവസ്നേഹം. വ്യവസ്ഥകളില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദൈവസ്നേഹം. യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിനവയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ട് കോപാകുലനാകുന്ന യോനയെ നാം കാണുന്നു. യോന കോപിച്ചത് നിനവയിലെ പട്ടണത്തിലെ ജനം ദൈവസന്നിധിയിൽ അനുതപിച്ചത് കൊണ്ടായിരുന്നില്ല. ദൈവം അവരോട് ക്ഷമിക്കുകയും നിനവയുടെ മേൽ വരുത്താനിരുന്ന അനർത്ഥം വരുത്താതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ്. നിനവെ പട്ടണത്തിലെ ജനങ്ങൾ ഇസ്രായേലിൻ്റെ ശത്രുക്കളായിരുന്നു. അവർ ഇസ്രായേലിനെ പലപ്പോഴും ആക്രമിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യാനായി ശ്രമിച്ചിട്ടുണ്ട്. യോന നീതിയുള്ള പ്രവർത്തനമാണ് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ദൈവം നിനവയിലെ ജനങ്ങളോട് കരുണ കാണിക്കുന്നു. യോന പറഞ്ഞു, ദൈവമേ, നീ ഇത് തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തർശീശിലേക്ക് കപ്പൽ കയറിയത്. ദൈവത്തിൻ്റെ മനസ്സിലവിനെക്കുറിച്ച് യോനയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാൻ യോനയ്ക്ക് കഴിഞ്ഞില്ല. നിരാശനായ യോന നിനവെ പട്ടണത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു കൊച്ചു കുടിലുണ്ടാക്കി വിശ്രമിക്കുവാൻ ശ്രമിക്കുന്നു. ദൈവം അവന് തണൽ നൽകുന്നതിനായി ഒരു സസ്യത്തെ സൃഷ്ടിച്ചുണ്ടാക്കുന്നു. പിന്നീട് അതിനെ ഉണക്കിക്കളയുന്നു. ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ യാതൊരു അധ്വാനമില്ലാതെ വളർന്നുണ്ടായ ഒരു സസ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ നാശത്തിൽ ആകുലപ്പെടുകയും ചെയ്യുന്ന യോനയ്ക്ക് ദൈവം സൃഷ്ടിച്ചതും എന്നാൽ നശിച്ചു പോകുന്നതുമായി നിനവയിലെ ജനങ്ങളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ നിനവയെയും അവിടുത്തെ ജനങ്ങളോടും ദൈവം പ്രദർശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ ശബ്ദം ഇന്ന് നമ്മുടെ കാതുകൾ മുഴങ്ങുകയും പ്രതിധ്വനിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. നാം പലപ്പോഴും നമ്മുടെ സൗകര്യങ്ങളെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചും അതിർവരമ്പുകളെക്കുറിച്ചുമെല്ലാം കൂടുതൽ ചിന്തിക്കുന്നവരും ശ്രദ്ധാലുക്കളുമായിരിക്കാം. എന്നാൽ മനുഷ്യനെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകളുടെ അഭാവമാണ് വിവേചനങ്ങൾക്കും അക്രമങ്ങൾക്കുമെല്ലാം കാരണമാകുന്നത്. ഇത്തരം പരിമിതവും ഇടുങ്ങിയതുമായ ചിന്താഗതികളെ മാറ്റി വിശാലമായ ദൈവിക കാഴ്ചപ്പാടുകളെയും പദ്ധതികളെയും ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. വ്യവസ്ഥകളില്ലാതെ വേർതിരിവുകളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയണം. രണ്ടാമത്തെ ചിന്ത, സഭ വിവേചനമില്ലാത്ത വീണ്ടെടുപ്പിൻ്റെ സമൂഹം. സഭ വിവേചനമില്ലാത്ത വീണ്ടെടുപ്പിൻ്റെ സമൂഹം. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വിശാല മനസ്സിനെക്കുറിച്ച് പൗലോസ് തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ദൈവിക സത്യത്തെ തിരിച്ചറിയുകയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കടംപെട്ടിരിക്കുന്നു. വിശ്വാസികൾക്കും നീതിമാന്മാർക്കുമായി നമ്മുടെ പ്രാർത്ഥനകൾ പരിമിതപ്പെടുത്തരുത്. രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമുക്ക് ദോഷം പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. യേശു ശത്രുക്കളെ സ്നേഹിക്കുവാനും നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മെ പഠിപ്പിച്ചു. തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പോലും യേശു പ്രാർത്ഥിച്ചു. ഈ യേശുവാണ് ദൈവത്തിനും മനുഷ്യനുമിടയിലുള്ള ഏക മധ്യസ്ഥൻ. യേശു എല്ലാവർക്കും വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ പാപ പരിഹാര യാഗമായി തീർന്നത്. ഈ യാഗം ചിലരുടെ മാത്രം വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നില്ല. സന്മാർഗതയിൽ ജീവിക്കുന്നവരും ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നവർക്കും വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും യേശുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ വീണ്ടെടുപ്പ് സാധ്യമായി. ഇപ്രകാരം വീണ്ടെടുപ്പും രക്ഷയും ലോകത്തിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഔദാര്യവും പദ്ധതിയുമാണ്. അതുകൊണ്ട് തന്നെ വേദികളില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളേണ്ടത് ക്രിസ്തീയ സഭയുടെ ദൗത്യമാണ്. ഈ ദൗത്യം ഏറ്റെടുക്കുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്ക് കഴിയണം.
മൂന്നാമത്തെ ചിന്ത, മുൻവിധികളില്ലാതെ എല്ലാവരെയും അംഗീകരിക്കുന്ന ദൈവസ്നേഹം. മുൻവിധികളില്ലാതെ എല്ലാവരെയും അംഗീകരിക്കുന്ന ദൈവസ്നേഹം. മർക്കോസ് 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യേശു ലേവി എന്ന ചുങ്കക്കാരനെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്ന മനോഹരമായ സംഭവം നാം കാണുന്നു. ചുങ്കക്കാരൻ എന്നത് റോമൻ ഗവൺമെന്റിന് വേണ്ടി ജനങ്ങളിൽ നിന്നും നികുതി പിരിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന വ്യക്തികളായിരുന്നു. ഇസ്രായേൽ സമൂഹം ചുങ്കക്കാരെ വെറുക്കുകയും പാപികളായി മുദ്രകുത്തുകയും ചെയ്തു. ഇവിടെ ലേവിക്ക് ജീവിത രൂപാന്തരം ആവശ്യപ്പെടാതെ തന്നെ യേശുവിനെ അനുഗമിക്കുവാനുള്ള ക്ഷണം ലഭിക്കുന്നു. തുടർന്ന് അതിലും ശ്രേഷ്ഠമെന്ന് തോന്നിപ്പിക്കുന്ന യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യേശു പാപികളോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു. യഹൂദന്മാരുടെ പ്രമാണമനുസരിച്ച് ഭക്ഷണമേശയിലുള്ള കൂട്ടായ്മ എന്നത് അംഗീകാരത്തിൻ്റെ അടയാളമായിരുന്നു. അതായത് ചുങ്കക്കാരെയും പാപികളെന്ന മുദ്രകപ്പെട്ടവരെയും ഭക്ഷണത്തിനായി ഇരുത്തുന്നത് അവരെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമായിരുന്നു. അതുകൊണ്ടാണ് യഹൂദ മത നേതാക്കൾ യേശുവിൻ്റെ ശിഷ്യന്മാരോട് യേശുവിൻ്റെ പ്രവൃത്തികളെ വിമർശിച്ച് സംസാരിക്കുന്നത്. എന്നാൽ ഇതിനോടുള്ള യേശുവിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. യേശു പറഞ്ഞു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ഇതിനർത്ഥം യേശു അവരുടെ തെറ്റായ പ്രവൃത്തികളെ അംഗീകരിച്ചു എന്നല്ല, ദൈവത്തിൻ്റെ വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ അവർക്ക് ലഭ്യമാക്കുവാനായിരുന്നു. യേശു ഓരോ വ്യക്തികളെയും അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഉൾക്കൊള്ളുകയും സമൂഹത്തിൻ്റെ മുൻവിധികളെയും വ്യാഖ്യാനങ്ങളെയും നിഷേധിക്കുകയും ചെയ്തു. ഓരോ വ്യക്തിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള അവകാശമുണ്ട്. ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിന് അവരെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും പദ്ധതികളുമുണ്ട്. തെറ്റുകളെ തിരുത്തുവാനും വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാനുമായി തള്ളപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും ക്ഷണിക്കുകയും ദൈവത്തെങ്കിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടത് ക്രിസ്തീയ സഭയുടെ ദൗത്യമാണ്. കുറ്റപ്പെടുത്തുവാനും മുദ്രയിടുവാനുമല്ല, ദൈവിക വിടുതലിലേക്കും സൗഖ്യത്തിലേക്കും വ്യക്തികളെ നയിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഈ ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് ഇടയാകണം. നൽകപ്പെട്ട വേദഭാഗങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ വിശാലതയെക്കുറിച്ച് വ്യക്തമാകുന്നു. ദൈവശത്രുക്കളെ പോലും സ്നേഹിക്കുന്നുവെന്നും എല്ലാവരുടെയും വിടുതലിനായി ആഗ്രഹിക്കുന്നുവെന്നും തള്ളപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ദൈവം പ്രവേശിപ്പിക്കുന്നുവെന്നും അത് നമുക്ക് വ്യക്തമാക്കി തരുന്നു. വിശുദ്ധി യാഥാർത്ഥ്യമാകുന്നത് അശുദ്ധരെന്ന് നാം കരുതുന്നവരെ തള്ളിക്കളയുകയും പുറത്താക്കുകയും ചെയ്യുന്നതിലൂടെയല്ല, ദൈവിക വിശുദ്ധി സ്നേഹത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴാണ്. സഭ എന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനും ന്യായം വിധിക്കുവാനുമുള്ള ഒരു കോടതിയല്ല, മറിച്ച് അവരെ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമൂഹമാണ്. ഇവിടെ ദൈവകൃപ മറ്റുള്ളവരിലേക്ക് പകരുന്ന ചാലകങ്ങളായി മാറുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ വിശാലമായ സ്നേഹത്തെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ഇടയാകണം. മുൻവിധികളെ മാറ്റിവെച്ചുകൊണ്ട് കർശനമായ നിയമങ്ങളിലൂടെയല്ല, യേശുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന മനസ്സറിവിൻ്റെയും സഹാനുഭൂതിയുടെയും ചാലങ്ങളായി മാറുവാൻ നമുക്ക് ഇടയാകണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.